ഇന്നത്തെ ക്ലാസ്സിൽ വി സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൾട്ടി കളർ യാണാണ് എടുത്തിരിക്കുന്നത്. ഇത് 6 പ്ലൈയുടെ ആണ്. ഇത് യാൺ ഹട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ലിങ്ക് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പിന്നെ 3.5 mm ക്രോഷ്യ ഹുക്കുമാണ് യൂസ് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് നോട്ടിൽ നിന്നാണ്. ആസ് യൂഷ്വൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടണു. പിന്നെ ഒരു റോ ഓഫ് ചെയിൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ വി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ബ്ലാങ്കറ്റോ ടവലോ അങ്ങനെ എന്ത് സാധനമായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ എന്ത് പ്രൊഡക്റ്റ് ആണോ ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയിൻസ് ഇടണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചെയിൻസ് നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിൽ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു ടവലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ടവലിൻ്റെ ലെങ്ത്ത് എത്ര വേണോ അത്രയും ലെങ്ത്തിൽ ചെയിൻസ് ഇട്ട് കൊടുക്കുക. ഈ ചെയിൻസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് എപ്പോഴും 2ൻ്റെ മൾട്ടിപ്പിൾ +1 ആയിരിക്കണം ഫസ്റ്റ് റോ ഓഫ് ചെയിൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 20 ആണ് നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് എന്ന് ഓർത്തോ. അപ്പോൾ 20 ചെയിൻസ് ഇടുന്നെങ്കിൽ +1 കൂട്ടി 21 ആയിരിക്കണം ടോട്ടൽ ഇടേണ്ട ചെയിൻസിൻ്റെ എണ്ണം. ഇപ്പോൾ 22ൽ നിർത്തരുത് ടോട്ടൽ. അതായത് അപ്പോൾ 21 + 1 ആണ് 22. 21 2ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈവൻ നമ്പേഴ്സ് ആയിരിക്കുമല്ലോ, നമുക്കറിയാം. അപ്പോൾ ആ ഈവൻ നമ്പേഴ്സ് ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ +1 ആയിരിക്കണം. അതായത് ടോട്ടൽ ചെയിൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും, ഒറ്റസംഖ്യ ആയിരിക്കണം. അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്കിതൊരു കുറച്ചധികം റോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടവലായിട്ടോ ബ്ലാങ്കറ്റായിട്ടോ ടേബിൾ ക്ലോത്ത് ആയിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പാറ്റേൺ കാണാൻ നല്ല രസമാണ് വി സ്റ്റിച്ചിൻ്റെ. ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു മൾട്ടി കളർ യാൺ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ മൾട്ടി കളർ ഒരു സിംഗിൾ യാൺ വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് ഇതിൽ ലെങ്ത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസത്തിൽ കിട്ടും, പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ മൾട്ടി കളർ യാണുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കുക. അതല്ല ഇനിയിപ്പോൾ സിംഗിൾ കളറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ മുന്നത്തെ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റോ ഒരു കളറിൽ ചെയ്യുക, നെക്സ്റ്റ് റോ വേറെ കളർ എടുത്തിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പാറ്റേൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 21 ചെയിൻസ് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇത് മനസ്സിൽ വെക്കുക. നമ്മൾ ആ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 + 1 ആയിരിക്കണം. ഇനിയിപ്പോൾ ഇത് ചെയ്ത് കാണിക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇടുക. പിന്നെ ഒരു 20 ചെയിൻസ് ആണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ സ്ലിപ്പ് നോട്ട്, ചെയിൻസ്, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇതെല്ലാം നമ്മൾ ഓൾറെഡി ബേസിക്സ് കവർ ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക്സ് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം നമ്മുടെ ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ഒരു 20 ചെയിൻസ് ഇടാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇപ്പം 2ൻ്റെ മൾട്ടിപ്പിളായി +1 അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 21 ആയിരിക്കും കിട്ടിയിരിക്കുന്ന ചെയിൻസിൻ്റെ നമ്പർ. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 and 21 ചെയിൻസ് ഇട്ടു. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാണ് ഈ വി സ്റ്റിച്ചസ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യേണ്ടത് ഈ ഹുക്കിൽ നിന്ന്, ഇതാണല്ലോ ഹുക്ക് കിടക്കുന്ന ലൂപ്പ്, അതിൽ നിന്ന് അത് കൗണ്ട് ചെയ്യില്ല. നെക്സ്റ്റ് ഒരു 4 ചെയിൻസ് കൗണ്ട് ചെയ്യുക. 1 2 3 4 ഇതാണ് 4th ചെയിൻ. 1 2 3 4 ഹുക്കിൽ നിന്ന് 4th ചെയിനിലേക്കാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് ബേസിക് ക്ലാസ്സിൽ പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇവിടെ ആദ്യം 3 ചെയിൻസ്, അതായത് 4th ചെയിനിലേക്കല്ലേ നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ ആ 3 ചെയിൻസ് സ്കിപ്പ് ചെയ്തത് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ നമ്മൾ ആ 4th ചെയിനിലേക്ക് ഒരു എക്സ്ട്രാ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഇനി ഒരു സിമ്പിൾ ചെയിൻ ഇട്ട് കൊടുക്കണം. വീണ്ടും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എങ്ങനെയാണ് യാൺ ഓവർ ചെയ്യുന്നു ആ സെയിം സ്പേസിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത സെയിം സ്പേസിലേക്ക് തന്നെ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ്.
3 ലൂപ്പ് കിട്ടി. 2 ആക്കി, അഗെയിൻ ഇതിനെ 2 ആക്കി. കണ്ടിപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഫസ്റ്റ് വി സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വി സ്റ്റിച്ച്. ഇനി ഇത് നമ്മൾ സെയിം ഈ റോ മൊത്തം ചെയ്യാനായിട്ട് പോവുക. അത് ഇനി നെക്സ്റ്റ് വി സ്റ്റിച്ച് വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത ചെയിനിൽ നിന്നും 2 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അടുത്ത വി സ്റ്റിച്ച്. അതിനായിട്ട് യാൺ ഓവർ ചെയ്യുന്നു. 1 2 3 മൂന്നാമത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് യാണിനെ വലിച്ചെടുക്കുന്നു. ഹൂക്കിൽ 3 ലൂപ്സ് ഉണ്ട്. ആദ്യം 2 ലൂപ്സിനെ കൂട്ടി ഒന്നാക്കുന്നു, പിന്നത്തെ 2നെ ഒന്നാക്കുന്നു. നമ്മുടെ അടുത്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. അഗെയിൻ ഒരു സിമ്പിൾ ചെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതും ആ സെയിം സ്പേസിലേക്കാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ നോക്കി അറിയാൻ പറ്റും അടുത്ത വി സ്റ്റിച്ച് കിട്ടി. കണ്ടതാണ് അടുത്ത വി സ്റ്റിച്ച്. ഇത് നമ്മുടെ ഫസ്റ്റ് ചെയ്ത വി സ്റ്റിച്ച്. ഇതാ ആദ്യത്തെ സ്കിപ്പ് ചെയ്ത 3 ചെയിൻസ്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ റോ മൊത്തം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അഗെയിൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ചെയിൻ ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ സെയിം സ്പേസിലേക്ക് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ 3 വി സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക്. ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും നടുക്ക് ഒരു സിംഗിൾ ചെയിൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അതെന്തിനാന്ന് വെച്ചാൽ ഈ വീയുടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ മേലത്തെ, ആ ഗ്യാപ്പ് കിട്ടാനായിട്ടാണ്. അപ്പം അത് മറന്നു പോകരുത്. ഒരു ചെയിൻ ചെയ്ത് വീണ്ടും ഈ ഒരു സ്പേസിലേക്ക് അടുത്ത ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 4th വി സ്റ്റിച്ച് കിട്ടി. ഇനി നെക്സ്റ്റ് ഈ ഓരോ വി സ്റ്റിച്ചും കഴിയുമ്പോൾ എക്സ്ട്രാ ചെയിൻ ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു വി കഴിഞ്ഞല്ലോ, ആ വി കഴിഞ്ഞ് അടുത്ത ഡബിൾ ക്രോഷ്യയിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാവുന്നതാണ്. അതായത് 1 2 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേതിലേക്ക്. ഈ ഒരു ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ചെയിൻ ആഡ് ചെയ്തെടുത്തിട്ട് ആ സെയിം സ്പേസിലേക്ക് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട്. അങ്ങനെ ഈ ചെയിൻസിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന 1 2 3 4 5 6 വി സ്റ്റിച്ചാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കിയാൽ അറിയാം 2 ചെയിൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. 1 2. അപ്പോൾ ഈ ലാസ്റ്റ് ചെയിനിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ചെയിനിൽ ഇനി ഒരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 എൻഡിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസും 1 2 3 4 5 6 വി സ്റ്റിച്ചസും ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് റോ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം 3 ചെയിൻസ് ഇട്ട് കൊടുക്കുക. 1 2 3. എന്നിട്ട് നമ്മുടെ വർക്ക് ഫ്ലിപ്പ് ചെയ്യുക, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. ഇനി നെക്സ്റ്റ് വി സ്റ്റിച്ചസ് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ കുറേ ഗ്യാപ്സ് ഉണ്ടല്ലേ. ഇതിലെ ഈ ഓരോ വി സ്റ്റിച്ചിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഗ്യാപ്സ് ഉണ്ടല്ലോ, ഇങ്ങോട്ടാണ് നെക്സ്റ്റ് റോയിലെ വി സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. അത് ചെയ്യേണ്ടത് ഈ സ്പേസിലേക്ക്, അതായത് നമ്മുടെ പ്രീവിയസ് റോ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ഓരോ വീടിൻ്റെയും ഇടയ്ക്ക് നമ്മൾ ആ സ്പേസ് കിട്ടാൻ വേണ്ടി ഓരോ ചെയിൻസ് ആഡ് ചെയ്തായിരുന്നു അല്ലേ. 2 ഡബിൾ ക്രോഷ്യയുടെ ഇടയ്ക്കായിട്ട് ഓരോ ചെയിൻസ് ഇട്ട് കൊടുത്തായിരുന്നു. ആ ഗ്യാപ്പിലേക്കാണ് ഇനിയുള്ള റോകളിൽ നമ്മൾ വി സ്റ്റിച്ചസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ഈ ഗ്യാപ്പ്. അപ്പോൾ അങ്ങോട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാണ്. പിന്നെ മുന്നത്തെ റൗണ്ടിലൊക്കെ ചെയ്ത പോലെ തന്നെ
ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷയുടെ ഇടയ്ക്ക് ഒരു ചെയിൻ വേണമല്ലോ, ആ ചെയിൻ ഇട്ടു. എന്നിട്ട് ആ സെയിം സ്പേസിലേക്ക് തന്നെ നെക്സ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് വി സ്റ്റിച്ച് നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ ഈ റോ മൊത്തം ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഡബിൾ ക്രോഷേ നെക്സ്റ്റ് വീയുടെ സെൻറ്ററിലുള്ള സ്പേസിലേക്ക്. ദെൻ ഒരു ചെയിൻ ഇട്ട് കൊടുക്കണു. അടുത്ത ഡബിൾ ക്രോഷേ ആ സെയിം സ്പേസിലേക്ക്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റോയിൽ സെക്കൻഡ് വി സ്റ്റിച്ച് കിട്ടി. ഇനി ബാക്കിയുള്ളതും കൂടെ സെയിം വേ ചെയ്യാണ്. നെക്സ്റ്റ് വീയുടെ സെൻറ്ററിലേക്ക് ഒരു ചെയിൻ ഇട്ട് കൊടുക്കണോ. നെക്സ്റ്റ് ഡബിൾ ക്രോഷേ. ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വീടെ സെൻറ്ററിലേക്കും കൂടെ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് റോയിലെ ലാസ്റ്റ് വി സ്റ്റിച്ചും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് റോയിലെ ലാസ്റ്റ് വി സ്റ്റിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ കണ്ട പോലെ രണ്ട് എൻഡിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വേണമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ നമ്മളത് ചെയ്യാനായിട്ട് പോണത്, ഇവിടെ നോക്കിയാൽ അറിയാം 3 സ്റ്റിച്ച് ഉണ്ട് അല്ലേ. നമ്മൾ ആ സ്കിപ്പ് ചെയ്ത 3 സ്റ്റിച്ച് 1 2 3, അതിലെ ആ മൂന്നാമത്തെ സ്റ്റിച്ചിലേക്കാണ് അടുത്ത ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് യാൺ ഓവർ ചെയ്യണോ 1 2 3, ഇതിലെ ഈ 2 ലൂപ്സും 1 2 3, ഇതിലെ ഈ 2 ലൂപ്സിൻ്റെ അകത്ത് കൂടെ യാൺ ഓവർ ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കണ്ടോ, 2ൻ്റെ അകത്ത് കൂടെ എടുത്തിട്ടാണ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് റോ കൗണ്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് 2 അറ്റത്തും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും സെൻറ്ററിൽ 1 2 3 4 5 6 വി സ്റ്റിച്ചസും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റോ പോലെ തന്നെ സെക്കൻഡ് റോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് തേർഡ് റോ, അതിന് നമ്മൾ 3 ചെയിൻസ് ചെയ്യുക. 1 2 3 വർക്ക് ഫ്ലിപ്പ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ കണ്ടോ. ഇനി ഈ ഓരോ വീടെയും സെക്കൻഡ് റൗണ്ടിൽ ഓരോ വീടെയും സെൻറ്റർ സ്പേസിലേക്ക് അടുത്തത് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് റൗണ്ടിലെ വി സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. ഇതിപ്പോൾ ഈ സൈഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കറക്റ്റ് ആ സ്പേസ്. അപ്പോൾ യാൺ ഓവർ ചെയ്യണു. ഇനി ഓരോ വീടെയും സെൻറ്ററിലേക്ക് വി സ്റ്റിച്ചസ് ചെയ്യാം. ഡബിൾ ക്രോഷ്യ ചെയ്യണു, ഒരു ചെയിൻ ഇടുന്നു, സെയിം സ്പേസിലേക്ക് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യണു. ഇപ്പം നമ്മുടെ തേർഡ് റൗണ്ടിലെ ഫസ്റ്റ് വിയും കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാം.
ഇങ്ങനെ സെക്കൻഡ് റൗണ്ടിലെ ലാസ്റ്റ് വിയിലേക്ക് നമ്മൾ തേർഡ് റൗണ്ടിലെ ലാസ്റ്റ് വി വർക്ക് ചെയ്തു. ഇനി ഈ ഡബിൾ ക്രോഷ്യ ചെയ്യണമല്ലോ, എൻഡിലെ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് തേർഡ് ചെയിനിലേക്ക്, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലേക്ക് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുക, എൻഡിലെ ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 3 റോസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഫസ്റ്റ് ചെയിൻ ആദ്യം പറഞ്ഞ പോലെ 2ൻ്റെ മൾട്ടിപ്പിൾ +1 ചെയിൻസ് ആയിട്ട്, പിന്നെ ഇങ്ങോട്ട് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണേൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്.